വെൽക്കം ടു എപ്പിക് ഫ്രെയിം. ഇവിടെ നിങ്ങൾക്ക് സിനിമകളുടെ പുതിയ അപ്ഡേറ്റ്സ്, റിലീസ് വിവരങ്ങൾ, ട്രെയിലർ വീക്ഷണങ്ങൾ എല്ലാം ലഭിക്കും. സിനിമാ പ്രേമികൾക്കായി നോൺ സ്റ്റോപ്പ് മൂവി അപ്ഡേറ്റുകൾ സബ്സ്ക്രൈബ് ചെയ്യൂ. സിനിമാ ലോകത്ത് അപ്രതീക്ഷിതരാകരുത്. ഇന്നത്തെ ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് പോകാം. രോമാഞ്ചം, ആവേശം എന്നീ ഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കിയ ജിത്തു മാധവൻ ഇനി മോഹൻലാലിനെ നായകനാക്കി പുതിയ സിനിമയ്ക്ക് ഒരുക്കമാകുന്നു. ഷൂട്ടിംഗ് 2025 ഓഗസ്റ്റിൽ ആരംഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. കൂടുതൽ വിവരങ്ങൾ ഉടൻ പുറത്തു വരാനിരിക്കുകയാണ്. മോഹൻലാൽ ജിത്തു മാധവൻ കോംബോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യൂ. അടുത്തൊരു അപ്ഡേറ്റിലേക്ക് വരാം. ഡിജോ ജോസ് ആൻ്റണി സംവിധാനം ചെയ്യുന്ന ടൊവിനോ തോമസ് പ്രധാന കഥാപാത്രമായി എത്തുന്ന പള്ളിച്ചട്ടമ്പി എന്ന പുതിയ ചിത്രത്തിൻ്റെ പൂജാ ചടങ്ങ് എറണാകുളത്ത് നടന്നു. തിരക്കഥ സുരേഷ് ബാബു, സംഗീതം ജെയ്ക്സ് ബിജോയ്, നിർമ്മാണം ബ്രിജേഷ് മുഹമ്മദ്, നൗഫൽ അഹമ്മദ്, വേൾഡ് ഫിലിംസ്. അടുത്തൊരു അപ്ഡേറ്റിലേക്ക് വരാം. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന MN ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഇപ്പോൾ ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. ലൊക്കേഷൻ ചിത്രങ്ങൾ ലീക്കായതോടെ ആരാധകർ ആവേശത്തിലാണ്. മോഹൻലാൽ, മമ്മൂട്ടി, നയൻതാര, കുഞ്ചാക്കോ ബോബൻ എന്നിവർ ഒന്നിക്കുന്ന ഈ ബിഗ് ബഡ്ജറ്റ് സിനിമയെക്കുറിച്ചുള്ള ഹൈപ്പ് കൂടുകയാണ്. അടുത്തൊരു അപ്ഡേറ്റിലേക്ക് വരാം. ദിലീഷ് പോത്തൻ, വിജയരാഘവൻ, കലാഭവൻ ഷാജോൺ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ശരത് ചന്ദ്ര സംവിധാനം ചെയ്യുന്ന ഇമോഷണൽ സൈക്കോ ഫാമിലി ഡ്രാമ ഔസേപ്പിൻ്റെ ഒസിയത്ത് 2025 മാർച്ച് 7 തിയേറ്ററുകളിലേക്ക് എത്തുന്നു. അടുത്തൊരു അപ്ഡേറ്റിലേക്ക് വരാം. ദിലീപ്, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഭാ 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 എന്ന പുതിയ മലയാള ചിത്രത്തിൻ്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. ചിത്രം 2025 ജൂലൈ 4 തിയേറ്ററുകളിലെത്തും. ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ ഫഹീം സഫർ, നൂറിൻ ഷരീഫ് എന്നിവർ തിരക്കഥ എഴുതുന്നു. സംഗീതം ഷാൻ റഹ്മാൻ. ചിത്രത്തിൻ്റെ നിർമ്മാണം ശ്രീ ഗോകുലം മൂവീസിൻ്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർവഹിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റിലേക്ക് വരാം. അജിത് കുമാർ നായകനായി അതിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന തമിഴ് ആക്ഷൻ കോമഡി ചിത്രം ഗുഡ് ബാഡ് അഗ്ലി ഏപ്രിൽ 10, 2025 തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും. മൈത്രി മൂവി മേക്കേഴ്സ് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ തൃഷ കൃഷ്ണൻ, പ്രഭു പ്രസന്ന, അർജുൻ ദാസ്, സുനിൽ, രാഹുൽ ദേവ്, യോഗി ബാബു എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു. ചിത്രത്തിൻ്റെ സംഗീതം GV പ്രകാശ് കുമാർ നിർവഹിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റിലേക്ക് വരാം. ജയസൂര്യയെ പ്രധാന കഥാപാത്രമാക്കി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന ആട് സീരീസിൻ്റെ 3ാം ഭാഗമായ ആട് 3 ഈ വർഷം ക്രിസ്മസ് സമയത്ത് തിയേറ്ററുകളിലെത്തും. ആട് 3 ഈ സീരീസിൻ്റെ അവസാന ഭാഗമായിരിക്കും. ഇതിൽ ജയസൂര്യ, വിനായകൻ, സണ്ണി വെയിൻ, സൈജു കുറുപ്പ്, അജു വർഗീസ്, ഇന്ദ്രൻസ് എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു. അടുത്തൊരു അപ്ഡേറ്റിലേക്ക് വരാം. മോഹൻലാൽ നായകനായി പ്രഖ്യാപിച്ചിരുന്ന റാംബാൻ എന്ന സിനിമയിൽ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹത്തെ മാറ്റിസ്ഥാപിച്ച് ആവേശം എന്ന ചിത്രത്തിലൂടെ പ്രശസ്തനായ സജിൻ ഗോപു പ്രധാന വേഷത്തിലെത്താനാണ് സാധ്യത. ഈ വാർത്തകൾ ആരാധകരിൽ ആശ്ചര്യവും ചർച്ചകളും ഉണർത്തിയിട്ടുണ്ട്. റാംബാൻ എന്ന ചിത്രം പ്രശസ്ത സംവിധായകൻ ജോഷി സംവിധാനം ചെയ്യുന്നതും ചെമ്പൻ വിനോദ് ജോസ് തിരക്കഥ എഴുതുന്നതുമായ ഒരു പ്രൊജക്റ്റാണ്. സജിൻ ഗോപുവിൻ്റെ പ്രധാന വേഷം സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതോടെ സിനിമാ പ്രേമികൾ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ കാത്തിരിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്തോളൂ. കൂടുതൽ അപ്ഡേറ്റ്സിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും സിനിമാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.